ഈ UDF മന്ത്രിസഭയിൽ നമ്മൾ ഏറ്റവും അധികം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി ആരാണെന്നറിയാം? രമേശ് ചെന്നിത്തല. യാതൊരു സംശയവും വേണ്ട, സംശയം രമേശ് വേണ്ട ചെന്നിത്തലയാണ് അക്കാര്യത്തില്. നമ്മളെ ഏറ്റവും അധികം അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി. ഏറ്റവും ഗ്ലാമറുള്ള മന്ത്രിയായിട്ട് അദ്ദേഹം മാറി. പൂക്കി സതീശന്റെ ചിരിയും മറ്റ് ഡയലോഗുകളും ഒക്കെ വെറും ഒന്ന് രണ്ട് ആക്ഷനിലൂടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ചെന്നിത്തല. അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തലയാണ്. അതെ, അതെ. നമ്മൾ 1982 അദ്ദേഹം MLA ആളാണ്. 86 28 മറ്റേ വയസ്സുള്ള 29 വയസ്സുള്ള മന്ത്രിയായ ആളാണ്. മാത്രമല്ല അദ്ദേഹം നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, KPC പ്രസിഡന്റ് ആയിരുന്നു, AIC സെക്രട്ടറി ആയിരുന്നു, NSUവിൻ്റെയും പിന്നെന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 10-50 വർഷത്തിലധികമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. രജനീകാന്ത് അതിന്റെ ഒരു സുപ്രസിദ്ധമായ ഡയലോഗ് ഉണ്ട്, ഏൻ വഴി തനി വഴി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ളൊരു വഴിയിലൂടെ ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്തത് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനും അതിനൊപ്പം തന്നെ ഈ അവർ 2 ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസും പോലീസും അവരെ ഏകോപിപ്പിച്ച് ഈ ഓപ്പറേഷൻ തണ്ടറും ഓപ്പറേഷൻ തൂഫാനും എന്ന പേരിൽ സത്യത്തിൽ കേരളത്തിൽ ഇതിനും മാത്രം മയക്കുമരുന്നുകളും രാസലഹരി വസ്തുക്കളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഊഹിക്കുന്നതിന് അപ്പുറമാണ് ഇത് ഉണ്ടായിരുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും തുടക്കത്തിൽ രമേശ് ചെന്നിത്തല ഈ തൂഫാൻ മാത്രമേ കേരളത്തിൽ നടക്കുന്ന വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും നമ്മളൊക്കെ വിമർശനങ്ങൾ ശരിയല്ലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിൽ ഇത്രയും വലിയൊരു മയക്കുമരുന്ന് ഹബ്ബുള്ള കാര്യം നമുക്കിപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ചാൽ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ വരെ ഇതിന്റെ കാരിയേഴ്സായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കുട്ടികളെ പോലും അവരിതിന് ഉപയോഗിച്ചിരുന്നു സംശയിക്കുന്ന. കോഴിക്കോട് വടകരയിലല്ലേ മൂന്ന് അധ്യാപികമാരല്ല, അവർ BRCയുടെ പരിശീലന കേന്ദ്രത്തിലെ സ്റ്റാഫാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ജോലി അധ്യാപനം തന്നെയാണ്, താൽക്കാലിക ജോലിക്കാരാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ വലിയ പ്രവർത്തകരായിരുന്നു. ഇവരാണ് കുട്ടികൾക്കിടയിൽ മാരകമായേക്കാവുന്ന രാസലഹരിയുടെ മീഡിയേറ്റേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവരുടെ അക്കൗണ്ടിലൂടെ ഇതിൻ്റെ പണം വാങ്ങി ഇവർ സുഖജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരെ പൊക്കുന്നു. പിന്നെ നിരത്തിപ്പിടിച്ച് ആൾക്കാർ ഒരുപാട് പേര് എത്രത്തോളം ഇത് പിടിച്ചെടുത്തു. MDMA ആണ് ഇന്ന് ഈ സമൂഹത്തിന് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ തീർത്തിരുന്നു. അല്ല, ഇതിന്റെയൊക്കെ യഥാർത്ഥ വേരുകൾ തേടി ചെന്നാൽ ചെല്ലുന്നത് CPM-ന്റെ നേതാക്കളുടെ അടുത്തോട്ടാണ്. CPM-ന്റെ നേതാക്കളാണ് ഈ പാവപ്പെട്ട യുവാക്കളെ ഇല്ലാത്തതും വല്ലാത്തതും എല്ലാം പറഞ്ഞ് DYFI മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് ആകർഷിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നു. യുവന്മാരെന്ത് ചെയ്യുന്നു? യുവന്മാർ ഇതിന്റെ കാരിയേഴ്സായിട്ട് മാറുന്നു. നമുക്ക് നിസ്സംശയം പറയാം, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും MDMA-യുമായിട്ട് പിടിയിലായിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് CPM-കാരും നേതാക്കന്മാര്. നിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട പുകയില കച്ചവടം നടത്തി പിടിയിലായവരെ പോലും എത്ര നേതാക്കന്മാരുള്ളതാണ്. കോടികളുടെ തിരുവല്ലായിലൊക്കെ പിടിച്ചതിന്റെ പിന്നിൽ അവസാനം പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആരാ? അവിടുത്തെ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കളാണ്. അവസാനം അവർക്കത് കേസ് പിടിച്ചവരുടെ തലയെ വെച്ചിട്ട് ഊരേണ്ടി വന്നു. അതങ്ങനെയാണല്ലോ എപ്പോഴും. പിടിക്കപ്പെട്ടവരുടെ തലയെ വെച്ച് നമുക്കറിയാം, സജി ചെറിയാന്റെ പെറ്റായിട്ടുള്ള പിന്നെ ആലപ്പുഴയിൽ ഒരു കൗൺസിലർ അയാളുടെ വണ്ടിയിൽ കോടിക്കണക്കിന് രൂപയുടെ. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, ഞാൻ എന്റെ വണ്ടി പലർക്കും വാടകയ്ക്ക് കൊടുക്കും, അങ്ങനെ അവർ കൊണ്ടുപോയതായിരിക്കും. ഈയിടെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി സജി ചെറിയാൻ അത് കേസ് ഡയറി തിരുത്തി വീണ്ടും മന്ത്രിയായ കേരളമാണ് നമ്മുടെ. അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തിയെടുത്ത പോലീസാണുള്ളത്. അങ്ങനെയുള്ളിടത്ത് എന്താണ് സംഭവിക്കുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് പ്രത്യേക അന്വേഷണം നടത്തിയെന്നാണ് പറഞ്ഞത്. ഇവന്റെ ആണോ വണ്ടി, ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ പാർട്ടി അന്വേഷണം നടത്തി. ആരെ ഉപയോഗിച്ച്? കോടതിയും പോലീസും ഉള്ളതാണല്ലോ. അല്ല, പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് CPM അന്വേഷണം നടത്തി എന്ന് പറഞ്ഞാൽ CPM ആണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അവരുടെ കുടുംബസ്വത്താണ് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഒക്കെ. അങ്ങനെയാണ് അവർ അത് അന്വേഷണം നടത്തിയത്. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി. അവിടെയാണ് രമേശ്. ബഹളമില്ല, പിന്നെ അനാവശ്യ പ്രതികരണങ്ങളില്ല, എന്തിനെ ഒരു പുഞ്ചിരിയോടെ നേരിടും. കഴിഞ്ഞ ദിവസം അർജുൻ ആയെങ്കിൽ വന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തു. ഒരു ഗുണ്ടയും വിളയാടാൻ അനുവദിക്കുകയില്ല, നിന്നെ തൂക്കിയിരിക്കും, നിന്നെ പിടിച്ചിരിക്കും, പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. കൃത്യം പറഞ്ഞ് 2ാമത്തെ ദിവസം തൂക്കിയെടുത്ത് അകത്തിട്ടു. ഇല്ലേ? നേതാവാണല്ലോ അദ്ദേഹം, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെയാണല്ലോ. പക്ഷേ വലിയ നല്ല കാര്യമാണ്. ഈ തൂഫാൻ തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് വലിയ ഒരു എന്താ പറയുക, ഒരു മൈനസ് മാർക്ക് വന്ന ഒരു സംഭവമായിരുന്നു ഈ അജിത് കുമാറിന്റെ നടപടി നീണ്ടുപോയത്. അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ ഒരു തപ്പലുണ്ടായിരുന്നു. തപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ. സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കാം, പിണറായി വിജയനിൽ നിന്ന് വരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പിന്നാലെ പിണറായി വിജയൻ വരെ ഇടപെട്ടു അജിത്തിനെ സസ്പെൻഡ് ചെയ്യുകയായിരിക്കാമെന്ന ഒരു വാർത്ത നമ്മളും കേട്ടിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യമാണ്. കാരണം കാലാവസ്ഥയും ചുറ്റുപാടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകാനാണ് സാധ്യത എന്നും നമ്മൾ വിശ്വസിച്ചു. കാരണം ഈ അജിത്തിന് വലിയ മൂച്ചിലാണ് വന്നത്. ഇപ്പോൾ ഉടനെ ഇയാളെ സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു വന്ന് പെട്ടെന്ന് സർക്കാർ ഒരു റിവേഴ്സ് ഗിയറിലേക്ക് മാറിയപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം എത്തിയിരിക്കുന്നു, അയാൾക്കെതിരായ റിപ്പോർട്ട് പൂഴ്ത്തുക, അജിത്തിനെതിരായ റിപ്പോർട്ട് പൂഴ്ത്തുക. അയാൾ പ്രമോഷൻ വാങ്ങിയതിന് ശേഷം നടപടിക്രമങ്ങൾ ആരംഭിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറാനും തുടങ്ങി. അതെ, നമ്മുടെ ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി പോകാനുള്ള ഒരു ശ്രമം വന്നു. സ്വാഭാവികമായും സംശയം രമേശ് ചെന്നിത്തലയിലേക്ക് നീണ്ടു. ഇയാൾ അജിത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, അതിനുവേണ്ടിയാണ് ഇയാൾ ഈ ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നൊരു ഇത് വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്തതോടെ രമേശിന് അയാളെ കൈവിടേണ്ടി വന്നു. മാത്രമല്ല കൃത്യമായി എല്ലാ പഴുതും അടച്ചുകൊണ്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്ത്. ആ സസ്പെൻഷൻ വീണ്ടും അദ്ദേഹത്തിന് മങ്ങിപ്പോയിരുന്ന ആ ഒരു ഇമേജിന് വലിയൊരു തിളക്കം ഉണ്ടാക്കി. രമേശ് അയാളെ സസ്പെൻഡ് ചെയ്തു. അത് മാത്രമല്ല പിന്നീട് ഇവരിതേ നിലപാട് തന്നെ തുടർന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറുന്ന ഒരു കാര്യം പുതിയ ക്രമസമാധാന ചുമതല ADGP തന്നെയാണ് പി വിജയൻ. ഒരാൾ കൂടെ ഉള്ളപ്പോൾ ക്രമസമാധാനം പാലിച്ചല്ലോ, അല്ല MR അജിത്ത് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഗുണ്ടകളെ പിടിക്കാനുള്ള പുതിയ സംവിധാനം വന്നു കഴിഞ്ഞു, ഓപ്പറേഷൻ ഗ്രിപ്പ് അല്ലേ. അപ്പോൾ ഈ അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് നമ്മുടെ പെടലി ഉളുക്ക് നാടകം ഉണ്ടായിരുന്നല്ലോ, വീണ ജോർജ്. അതെ, അത് സംബന്ധിച്ച പരാതിയിൽ ഒരു SIT അങ്ങ് വെച്ചു. ഈ പെടലി ഉളുക്ക് നാടകം എന്തായാലും അവരെ പെടലിക്ക് അടിച്ചു വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് പാവപ്പെട്ട 5 പിള്ളേരെ 15 ദിവസം ജയിലിലിട്ട്. അതെ, ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ, അത്ര ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതെന്താണ്, അതിനകത്തെ ഇതങ്ങ് തീർത്തേക്കാവുന്ന കരുതി. അപ്പം ഇവിടെയും അനുഭവിക്കാൻ പോകുന്ന ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥരാണ് അനുഭവിക്കാൻ പോകുന്നത്. കാരണം അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്തതാണ് കർമ്മഫലം അനുഭവിച്ച് തിരികെ തന്നെ. ഈ അജിത്ത് എന്ന് പറഞ്ഞ മുകളിൽ ഇരിക്കുകയല്ലേ, ശശികാരൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ ശശി ഇരിക്കുകയല്ലേ. ഇപ്പം ഇവരുടെയൊക്കെ വാലും താക്കി നടന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ഭയമായി. പിന്നെയാണ് ഈ ആയങ്കി എപ്പിസോഡ് വരുന്നത്. ആയങ്കി എപ്പിസോഡ് ആദ്യം ആയങ്കി ഒരു CIയെ വെല്ലുവിളിക്കുന്നു, അതിനുശേഷം ആയങ്കി ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നപ്പോഴേ അദ്ദേഹത്തിന് വലിയ കുലുക്കമൊന്നുമില്ല. കാത്തിരുന്ന് കണ്ടോളൂ എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത്, പിടിക്കേണ്ടവനെ പിടിച്ചിരിക്കും, അവനെ ജയിലിൽ അടച്ചിരിക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റി? അത്യാവശ്യം മാനമര്യാദയ്ക്ക് നന്നായി ജീവിക്കാൻ തീരുമാനിച്ച ഗുണ്ടകളെല്ലാം തൂത്തുപെറുക്കി വീണ്ടും അകത്തോട്ടിടാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഈ തൂഫാനും ഈ ഓപ്പറേഷൻ ഗുണ്ട ഗ്രിപ്പും അതുപോലെ ഇനി കുബേര കൂടി വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ ക്രമസമാധാനം ഏറെക്കുറെ അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇവിടെ യാതൊരത്തിലും മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റില്ല, വൃദ്ധന്മാരെ തല്ലിക്കൊല്ലുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു മോചനം കേരളത്തിലുണ്ടാകാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 10 വർഷമായി നമ്മളെപ്പോഴും പറയാറുള്ളതാണെങ്കിലും അരിയുടയ്ക്കപ്പെട്ട ആഭ്യന്തര വകുപ്പായിരുന്നുണ്ട്. അതൊക്കെ മാറി നല്ല സ്ട്രോങ് തൻ്റെതായിട്ടുള്ള ഒരു ADGP വരുന്നു, അതിൻ്റെ കീഴിൽ പല ഉദ്യോഗസ്ഥന്മാരും വരുന്നു. ഈ അയങ്കിയൊക്കെ പിടികൂടിയൊക്കെ തന്നെ കണ്ടില്ല, അത് ഏറ്റവും നല്ല ഒരു പോലീസ് നടപടിയായിരുന്നല്ലോ. ഏതായാലും ഈ രമേശ് ചെന്നിത്തല അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചത് K കരുണാകരൻ്റെ കളരിയിലാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. കേരളം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് K കരുണാകരൻ തന്നെയാണെന്ന് 100 വട്ടം നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരിടത്ത് നിന്ന് രാഷ്ട്രീയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ച രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തവണ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ഒരു കുറഞ്ഞ സമയമായി ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ആ സമയത്ത് അദ്ദേഹം കൃത്യമായി ഓപ്പറേഷൻ കുബേരയെ കൊണ്ടുവന്ന് കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കാൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു. ഏതായാലും ഇത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയം, പാരമ്പര്യം ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എങ്ങനെ ഒരു വകുപ്പിനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ആരുടെ അടുത്ത് ക്ലാസ്സിന് വേണ്ട കാര്യമില്ല. വലിയ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് അദ്ദേഹം K കരുണാകരൻ എന്ന ക്ലാസ്സിൽ പഠിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആയങ്കിയെ പിടിച്ച സമയത്ത് വലിയ ബഹളം നിങ്ങൾ മോഹൻദാസിനെ പിടിക്കണം, മോഹൻദാസിനെയും പിടിച്ചു, ടി ജി മോഹൻദാസിനെയും പിടിച്ചു. പിന്നെ ഇതിനകത്ത് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, സോഷ്യൽ മീഡിയ കണ്ട് ഭരിക്കാൻ നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് ദോഷമായി മാറും, അത് പിന്നീട് വലിയ ദോഷമായിട്ട് മാറും. ഒരു കൂട്ടർ പറയും മറ്റൊരു കൂട്ടരെ പിടിക്കണം. അപ്പോൾ അത് അങ്ങനെ പിടിക്കാനല്ലല്ലോ ആഭ്യന്തര വകുപ്പും
ഇവിടുത്തെ പോലീസ് സേനയും ഒക്കെ നിലവിലുള്ളത്. അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കി അതിനുശേഷം ഇപ്പം ആയങ്കയെ പിടിച്ചപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മോഹൻദാസിനെ പിടിക്കേണ്ട ഒരാവശ്യം സത്യത്തിൽ കേരള പോലീസിന് ഇല്ല. അതിൻ്റെ യഥാർത്ഥ നിയമവശങ്ങൾ നോക്കി വേണം ഇത് ചെയ്യാൻ. ഞങ്ങളെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് പിടിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയെ വിമർശിച്ചവരായിരിക്കും. അതിൻ്റെ പേരിൽ വിമർശനം മാത്രമല്ല, വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളുണ്ട്, തെറി വിളിച്ചവരുണ്ട് മലയാളികൾ എത്രയോ പേര് പച്ചത്തറി സോഷ്യൽ വിടുന്നിട്ട്. അവരൊക്കെ പിടിക്കണം, അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ഇത് പ്രധാനമന്ത്രി ആരെന്നുള്ളതല്ല, മറ്റൊരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്, കൊല്ലുമെന്ന് പറയുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ ഗുരുതരമായ കുറ്റം തന്നെയാണ്. അതനുസരിച്ച് തന്നെ നടപടി എടുക്കണം. അതാണ് വേണ്ടത്.